ബംഗ്ലാദേശിൽ ഒടുവിൽ അത് സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ആടി ഉലഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ഭരണം പിടിക്കാൻ വലിയ രീതിയിൽ സൈനിക നീക്കം നടക്കുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നു. ഈ വരുന്ന ഡിസംബറിന് മുമ്പ് ദേശീയ തെരഞ്ഞെടുപ്പ് നടത്തി അവിടെ ഒരു ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആർമി ചീഫ് ജനറൽ വക്കാർ ഉസ് സമാൻ മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹം ആ മുന്നറിയിപ്പ് ആവർത്തിക്കുമ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നിലവിലത്തെ സാഹചര്യത്തിൽ അരക്കൻ ആർമി ഇപ്പോൾ നടത്തുന്ന ആ ഒരു സംഘർഷങ്ങളും അക്രമങ്ങൾക്കും ഒക്കെ നേരിടണമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ വരണം, എങ്കിൽ മാത്രമേ അതിനൊരു സ്ഥിരത ഉണ്ടാകൂ എന്ന് പറയുന്നു. ഒപ്പം തന്നെ ആഭ്യന്തര സംഘർഷം രൂക്ഷമാണ്, ആഭ്യന്തരമായി ബംഗ്ലാദേശിൽ ദുർബലപ്പെടുത്താൻ തങ്ങൾ അനുവദിക്കില്ല എന്നും ദേശീയ താല്പര്യം നിലനിർത്തിയുള്ള നടപടികൾക്കായി സൈന്യം ഒരുങ്ങുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞപ്പോൾ വീണ്ടും പട്ടാള ഭരണത്തിലേക്ക് ബംഗ്ലാദേശ് മാറുമോ എന്നൊരു വലിയ സംശയം തന്നെയാണ് ഉയരുന്നത്. ധാക്ക കൺമോൺമെന്റിലെ സൈനിക ഓഫീസർമാരുടെ യോഗത്തിലാണ് ഈ കരസേനാ മേധാവി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മുൻപും അദ്ദേഹം ഈ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അദ്ദേഹം അന്ന് കൊടുത്ത ടൈം ലിമിറ്റ് ഇല്ലെങ്കിൽ അന്ന് കൊടുത്ത ഒരു ഡെഡ് ലൈൻ എന്ന് പറഞ്ഞത് ഡിസംബർ വരെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത്രത്തോളം നീങ്ങില്ല എന്നാണ്. കാരണം ഇപ്പോൾ ബംഗ്ലാദേശിന്റെ പോക്ക് അപകടകരമാണ്. ISIS അടക്കമുള്ള ഭീകര സംഘടനകൾ വളരെ സജീവമാണ് എന്ന് സേന മുൻപ് തന്നെ പറഞ്ഞിരുന്നു. ഏതായാലും ഒരു സൈനിക അട്ടിമറിക്കായി ബംഗ്ലാദേശ് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് വിവിധ മാധ്യമങ്ങൾ നൽകുന്ന വിവരം. ന്യൂസ് ഡെസ്ക്.